നവംബർ 5, 1975 അരിസോണയിലെ ഫീനിക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയായിരിക്കും ഇത്. ഇതിനെ ഒരു കഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി. ഈ കഥ ആരംഭിക്കുന്നത് ട്രാവിസ് വാൾട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. ഇദ്ദേഹത്തിന്റെ 6 സുഹൃത്തുക്കൾക്ക് സംഭവിച്ച ഒരു സംഭവമാണ് ഇത്. ഇവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൽ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. അതും ഇവർ ഈ ജോലി വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ യാതൊരു കുഴപ്പവുമില്ലാണ്ട് കുറെ നാളുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. എല്ലാ കൂട്ടായ്മയിലും ഒരു മെയിൻ ആളുണ്ടാവുമല്ലോ. അപ്പോൾ ഇവരുടെ കൂട്ടായ്മയുടെ മെയിൻ ആളെന്ന് പറയുന്നത് മൈക്ക് റോജേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് കിട്ടുന്നു. ഏകദേശം 1200 ഏക്കർ വരുന്ന സ്ഥലത്തെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി അത് മൊത്തം ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവർക്ക് കിട്ടിയ ഒരു കോൺട്രാക്ട്. ഇതെല്ലാം നടക്കുന്നത് അതേ വർഷം നവംബർ മാസമാണ്. ഇതൊരു കോൺട്രാക്ട് ബേസിസിലായതുകൊണ്ട് തന്നെ ഇത്ര സമയം കൊണ്ട് അവരുടെ പണി തീർത്ത് കൊടുത്തേക്കാം എന്നുള്ളൊരു കരാറുണ്ട്. പക്ഷേ ഇത് ഇത്ര അധികം ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു സമയപരിധി കഴിഞ്ഞു പോകുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 7 പേരും ആ ഒരു സ്ഥലത്ത് ഓവർലോഡായിട്ട് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത്. അതായത് എങ്ങനെയെങ്കിലും ആ പണി തീർക്കണം എന്നുള്ളൊരു രീതിയിലായിരുന്നു അവരന്ന് പോയത്. അതുകൊണ്ട് തന്നെ അവർ രാപ്പകലില്ലാണ്ട് അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ അന്നത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ പാതിരാത്രിയായി. ഇത് ഒത്തിരി വർഷങ്ങൾ മുന്നേ സംഭവിച്ച ഒരു സംഭവം കൊണ്ട് തന്നെ ആ കാലങ്ങളിലെല്ലാം അവർ പലതരത്തിലുള്ള ടൂൾസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു ചെയിൻസോസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല ടൂൾസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇതെല്ലാം ഉപയോഗിക്കാൻ വളരെയധികം ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ എല്ലാവരും വളരെയധികം ടയേർഡായിരുന്നു. അങ്ങനെ അന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയി തിരിച്ച് പിക്കപ്പിൽ കയറി ആ പാതിരാത്രിക്ക് അവർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഈ പിക്കപ്പ് ട്രക്ക് ഓടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ലീഡർ ആയിട്ടുള്ള മൈക്ക് എന്ന് പറയുന്ന വ്യക്തി തന്നെയായിരുന്നു. ഈ സുഹൃത്തുക്കളുടെ ഒരു നേച്ചർ എന്താ വെച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. അത്യാവശ്യം കൂടുതൽ കാഷ്വൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു ഇവര്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ജോലിയും ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു ദിവസം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു കൂട്ടായ്മയും പോലെ തന്നെ ഇവർ വളരെയധികം സന്തോഷിച്ച് ചിരിച്ചു കളിച്ചൊക്കെയായിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇവർ ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന 1200 ഏക്കർ പ്രോപ്പർട്ടി വരുന്നത് ഒരു കാടിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നതും ഇതേ കാടിന്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു. പക്ഷെ ഈ സമയം എന്ന് പറയുന്നത് പാതിരാത്രി സമയമാണ്. അതും ഇവരിപ്പോ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ ഡെൻസ് ആയിട്ടുള്ള മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാട്ടിലൂടെയാണ്. ഇവരിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കുന്നു. ഇവിടുത്തെ ആകെ പ്രകാശം എന്ന് പറയുന്നത് ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാത്രമാണ്. ബാക്കി എല്ലാം കൂരാക്കൂരിട്ടാണ്. ഇനിയാണ് കാര്യങ്ങളുടെ ഗൗരവം കൂടുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയായിരിക്കും ഇത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ ഇതേ വഴി വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ആശങ്കയോ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ദിവസം അവർ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് ഈ കാടിന്റെ അകത്ത് ഈ മരങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രകാശം അവരിങ്ങനെ കാണുന്നു. ഇത് കണ്ടത് വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ്. ആദ്യം ഇത് കണ്ടപ്പോൾ ചിലപ്പോൾ ഇതൊരു മൂണായിരിക്കും, അത് ഹൊറൈസണിൽ നിൽക്കുന്നത് കാണുന്നതായിരിക്കും എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് അവർ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഈ പ്രകാശത്തിന്റെ ബ്രൈറ്റ്നെസ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നു. അത് കണ്ടപ്പോഴാണ് ഇവർക്ക് എന്തോ പന്തികേട് തോന്നിയത്. അങ്ങനെ ഇത്ര നേരം വളരെയധികം കാഷ്വൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇവരുടെ സംസാര വിഷയം നേരെ ഈ ലൈറ്റിലോട്ട് മാറി. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. ഒരാൾ പറയുന്നത് ഇത് വെറും ഒരു മൂണായിരിക്കുന്നു, ഒരാൾ പറയുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാത്ത ഒരു സ്ട്രീറ്റ് ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് ഹൗസോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഫയറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നതാണെങ്കിൽ പല അഭിപ്രായങ്ങളായിരുന്നു പലരും പറയുന്നത്. പക്ഷേ ആ ലൈറ്റിന്റെ ഉറവിടം എന്താണെന്നുള്ളത് ഇവർക്ക് ആർക്കും ഗെസ് പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു ഇവർക്കിടയിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ വളർന്നു വന്നു. അപ്പോൾ നമ്മുടെ കഥാനായകൻ ട്രാവിസ് പറയുകയാണ്, നമ്മൾ ഇതിനെ വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ പോയി നോക്കിയാൽ പോരെ അതെന്താണെന്നുള്ളതെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ലോജിക്കലായിട്ട് തോന്നുകയും ഇവര് 6-7 പേരുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ധൈര്യം ഉണ്ടായി. അപ്പോൾ ഇവർ വേറെ ഒന്നും നോക്കിയില്ല, വണ്ടിയോടെ നിർത്തി ഈ സംഭവത്തെ പോയി നോക്കാൻ വേണ്ടി തിരിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ ഈ ഒരു ഏരിയ ചുറ്റിപ്പറ്റുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെയുള്ള വഴികളെല്ലാം നല്ല രീതിയിൽ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ഇവർ കാടിലൂടെ നടക്കുകയും അവരൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. ആ ഗ്രൗണ്ട് എത്തുന്നതുവരെ ഇവർക്ക് ആർക്കും പ്രത്യേകിച്ച് അത്ഭുതം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സ്ഥലം എത്തിയപ്പോഴാണ് ഇവരുടെ എല്ലാവരുടെയും കിളി പോയത്. ഈ 7 പേരും ഒരേ സമയത്ത് വിറ്റ്നസ് ചെയ്തത് ഏകദേശം 50 അടിയോളം ഉയരത്തിൽ ഇങ്ങനെ ചുമ്മാ പറന്നു നിൽക്കുന്ന ഒരു ഡിസ്ക് ഷേപ്പുള്ള ഒരു സംഭവമായിരുന്നു.
ഇവരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഈ ഒരു സംഭവം വെറുതെ ആകാശത്ത് ഇങ്ങനെ പറന്നു നിൽക്കുകയായിരുന്നു. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, കറങ്ങുന്നില്ല, യാതൊരു രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്നില്ല. താഴത്തേക്ക് ഈ പറയുന്ന പോലെ റോക്കറ്റിന്റെ തീയോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ചുമ്മാ ഈ സംഭവം 50 അടി ഉയരത്തിൽ ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവരെല്ലാവരും കണ്ടത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കാം, ഇത് വെറും ഒരു തള്ളുകഥ ആയിക്കൂടി എന്നുള്ളത്. പക്ഷേ ഈ 7 പേരെയും 16 തവണ ലൈറ്റ് ഡിറ്റക്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പിന്നീട് പറയുന്നതാണ്. ഈ 16 തവണയും ഇവരെല്ലാവരും പാസ്സും ആയിട്ടുണ്ട്. ആ കാലത്തെ ഏറ്റവും ബെസ്റ്റ് നുണ പരിശോധന ടെസ്റ്റാണ് ഇവർ നിഷ്പ്രയാസം പാസ്സായത്. അപ്പോൾ നമുക്ക് ബാക്കി കഥയിലേക്ക് കടക്കാം. ഇവരുടെ ടെസ്റ്റിമോണിയിൽ നിന്ന് ഇവർ മെയിനായിട്ട് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഈ ഒബ്ജക്റ്റ് ഗ്രാവിറ്റിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതെങ്ങനെയാണോ പറക്കുന്നത് അതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ, യാതൊരു ക്ലൂവോ സാധാരണ ഒരാൾക്ക് മനസ്സിലാവില്ല. എല്ലാ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഇച്ചിരി പെടപ്പുള്ള ഒരുത്തനുണ്ടാവുമല്ലോ, അതായത് വളരെയധികം കൗതുകവും ക്യൂരിയോസിറ്റി ഒക്കെ കൂടി ഒരുത്തനുണ്ടാവില്ലേ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു പെടപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രാവിസ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ കൗതുകം കുറച്ച് കൂടുതലായത് കൊണ്ട് തന്നെ ഇദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ല, അതിന്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് പോയി. ബാക്കിയുള്ള 6 പേരും ഇവിടെ അമ്പരന്ന് നിൽക്കുമ്പോഴാണ് ട്രാവിസിന്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം. അതുകൊണ്ട് തന്നെ ബാക്കി ആർക്കും ട്രാവിസിന്റെ ഈ നീക്കത്തിനെ തടയാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് ഈ 6 പേർക്ക് പെട്ടെന്ന് ബോധം വരികയും ഇവരെല്ലാരും താഴത്തേക്ക് നോക്കുന്നത്. അപ്പൊ ഇവർ നോക്കും വേണ്ടി ട്രാവിസ് ഈ പറഞ്ഞ UFOയുടെ നേരെ താഴ്ത്തു പോയി നിൽക്കുന്നു. ഇത് കണ്ട ഉടനെ തന്നെ എല്ലാവരുടെയും സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കിക്കാവുകയും ഓടി ഇങ്ങനെ അടുത്തേക്ക് പോലെ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. പക്ഷെ ട്രാവിസ് ഇതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോണ്ട് ഈ പറയുന്ന ഒബ്ജക്റ്റ് പയ്യെ തിരിയാൻ തുടങ്ങി, പയ്യെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ട്രാവിസിന്റെ ചില കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടി. ബാക്കിയുള്ളവർക്കാണെങ്കിൽ വളരെയധികം പേടിയായി. അതുകൊണ്ട് എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് ട്രാവിസിന് തോന്നുകയും അതേ നിമിഷം തന്നെ ട്രാവിസ് നേരെ ഈ 6 പേരുടെ അടുത്തേക്ക് തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ട്രാവിസ് ഈ ഒരു തീരുമാനം എടുക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ഒബ്ജക്റ്റിൽ നിന്ന് എന്തോ ഒരു തരത്തിലുള്ള സൗണ്ട് കേൾക്കുകയും അതേ സമയത്ത് തന്നെ ഒരു ഇടിമിന്നൽ പോലത്തെ ഒരു സംഭവം ഈ ഒബ്ജക്റ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഇടിമിന്നൽ നേരെ വന്നിടിക്കുന്നത് നമ്മുടെ ട്രാവിസിന്റെ നെഞ്ചത്തേക്കാണ്. അപ്പോൾ ഈ ഇടി ഇടിക്കുന്നതും ട്രാവിസ് ഏകദേശം ഒരു 20 അടി അപ്പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കാം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ 6 പേരും അവരുടെ കൺമുന്നിൽ ഇങ്ങനെ കാണുന്ന സംഭവമാണ്. ഇത് നിങ്ങളാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അതൊന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഇവന്റ് ആയതുകൊണ്ട് തന്നെ ഈ 6 പേർക്കും ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷൻ വന്നു. അതായത് ട്രാവിസിന് പറ്റിയതുപോലെ ഇവർക്കും പറ്റുമോ എന്നുള്ളൊരു പേടിയും അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ടെൻഷനും കൺഫ്യൂഷനും പേടിയും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ വേറൊന്നും തീരുമാനിച്ചില്ല. ഇവർ 6 പേരും ഓടി കാറിലേക്ക് കയറി. അങ്ങനെ അവർ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ദൂരേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അത്രയും നേരം ആ കാറിൽ വളരെയധികം ചിരിയും കളിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ മിണ്ടാട്ടും ഇല്ല, ആരും കമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇവരെന്താണ് വിറ്റ്നസ് ചെയ്തത്, ഇവരുടെ പ്രിയ സുഹൃത്തിന് എന്താണ് സംഭവിച്ചത്, ഇതിനെ പറ്റിയിട്ട് ആർക്കും ഒന്നും പറയാൻ കൂടി പറ്റുന്നില്ല. പേടി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ പേടിയായി പോയി അവർക്ക്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഓടിച്ചിരുന്ന മൈക്കിന് ഒരു കുറ്റബോധം, ഒരു റിയലൈസേഷൻ ഒക്കെ വരുന്നത്. നമ്മുടെ സ്വന്തം സുഹൃത്തിന്റെ ബോഡിയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതിനെങ്കിലും നമുക്ക് തിരിച്ച് കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനം മൈക്ക് ഇങ്ങനെ പറയുന്നു. മൈക്കിന്റെ ഈ ഒരു തീരുമാനത്തെ ആദ്യം എല്ലാവരും എതിർത്തെങ്കിൽ പിന്നീട് അവരെല്ലാവരും ആലോചിച്ച് നോക്കിയപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എല്ലാവർക്കും തോന്നി. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി വീണ്ടും ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ ആ സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്ത് ആ പറക്കുംതളിയില്ല, ഇവരുടെ സുഹൃത്തായ ട്രാവിസിന്റെ ബോഡിയും ഇല്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കാടിനുള്ളിൽ എന്തോ സംഭവിച്ചു. ഇത് കണ്ടേക്കുന്നത് ഈ 6 സുഹൃത്തുക്കളാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നോ അതിനെ പറ്റിയിട്ട് യാതൊരു എക്സ്പ്ലനേഷനും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇവന്റ് ആയിപ്പോയി. ഇങ്ങനെ ഒരു ഇവന്റ് സംഭവിച്ചു എന്ന് പുറം ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ കൺഫ്യൂഷന്റെ കൊള്ളയായിരുന്നു. പിന്നീട് അവർ വിചാരിച്ചത് ട്രാവിസിനെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോ ട്രാവിസ് ഇവരെല്ലാവരും അന്വേഷിച്ച് കാടിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും എന്നാണ് പിന്നീട് അവർ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അർത്ഥ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ട്രാവിസിന്റെ പേര് ഉറക്ക വിളിച്ച് കാട് മുഴുവൻ അന്വേഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറെ നേരം ഈ 6 പേരും കൂടി ആ കാട് മുഴുവനും ഇങ്ങനെ അന്വേഷിക്കുകയും ട്രാവിസിന്റെ പൊടി പോലും അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ ഇവരുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് അവരുടെ സുഹൃത്തായ ട്രാവിസിന്റെ ബോഡി എങ്കിലും കണ്ടെത്തുക എന്നുള്ളത് മാത്രമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോലീസിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യുക എന്നുള്ളതാണ്.
പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരാളടുത്ത് പറയുകയാണെങ്കിൽ തലയ്ക്ക് വെളിവുള്ള ആരും അത് വിശ്വസിക്കില്ല. കാരണം നമ്മുടെ ലോകം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കൺമുന്നിൽ കാണുന്ന സംഭവം മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തൊട്ടടുത്ത് ഒരു ഫോൺ ബൂത്തിനടുത്തേക്ക് ഇവരെല്ലാവരും പോകുന്നു. അതിനുശേഷം ഇവർ പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. കെൻ പീറ്റർസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനാണ് കുറച്ചും കൂടി ധൈര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹമാണ് ആ ഒരു കോൾ ചെയ്യാനൊക്കെയുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അങ്ങനെ ഇദ്ദേഹം പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കുകയും ഉടൻ തന്നെ പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ പോലീസിനെ വിളിച്ചറിയിക്കുന്ന സമയത്ത് UFO എന്നോ അല്ലെങ്കിൽ പറക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്നോ അല്ലെങ്കിൽ പറക്കും തളിയാന്നോ അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് കമാന്തരക്ഷരം ഒരു മിണ്ടിയില്ല. ഇവിടെ ഇവരുടെ സുഹൃത്തിനെ കാണാനില്ല എന്നുള്ളൊരു വിവരം മാത്രമാണ് കൊടുത്തത്. അങ്ങനെ സംഭവ സ്ഥലത്തേക്ക് 2 പോലീസ് ഓഫീസേഴ്സ് എത്തുന്നു. കെൻ കോപ്ലിനും മാർലസ് കിലസ്പൈൻ എന്നാണ് ഈ 2 പോലീസ് ഓഫീസേഴ്സിന്റെ പേര്. ഇവരെത്തിയ ഉടനെ തന്നെ ആദ്യം ചോദിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത്, നിങ്ങൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയൂ എന്നാണ് ഇവർ ആദ്യം പറയുന്നത്. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ കൂട്ടത്തിൽ ധൈര്യമുള്ള കെൻ തന്നെയാണ് കാര്യങ്ങൾ പോലീസുകാരുടെ അടുത്ത് അവതരിപ്പിച്ചത്. എന്നാൽ പോലും ഇത്തവണയും ഇദ്ദേഹം UFO എന്നോ പറക്കും തളിയ എന്നുള്ളൊരു വാക്ക് വായും കൊണ്ട് മിണ്ടിയിട്ട് പോലുമില്ല. അപ്പൊ ഇദ്ദേഹം പോലീസുകാരോട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പ് ലീഡർ ആയിട്ടുള്ള മൈക്കിന് വളരെയധികം ഭ്രാന്ത് കയറുന്നത്. കാരണം അവരുടെ എല്ലാവരുടെയും സുഹൃത്താണ് അവരുടെ കൺമുന്നിൽ നിന്ന് കാണാണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈക്ക് ചാടിക്കേറി ഇങ്ങനെ മുന്നോട്ട് വരികയും നടന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഈ പോലീസുകാരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നു. മൈക്കിന്റെ ഒരു വിശദീകരണങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പോലീസ് ഓഫീസേഴ്സും പെട്ടെന്ന് ഇങ്ങനെ നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും വലിച്ചിട്ടാണോ എന്തെങ്കിലും അടിച്ചിട്ടാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. കാരണം ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും ഒരു സൈഫൈ മൂവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം പോലെയാണ്, അല്ലെങ്കിൽ ഒരു കഥാപുസ്തകമോ അങ്ങനെ ഒരു സംഭവങ്ങളാണ് ഇവരെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും ഡ്രഗിന്റെ ഇൻഫ്ലുവൻസിലാണോ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ആദ്യമായിട്ട് പോലീസ് ഓഫീസേഴ്സ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പോലീസ് ഓഫീസേഴ്സ് ഇവരെല്ലാവരെയും ചെക്ക് ചെയ്യുകയും ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വാഹനവും കൂടി ചെക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരാൾ ഡ്രഗ് അഡിക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റമൊക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ള ട്രെയിനിങ് പോലീസ് ഓഫീസേഴ്സിനുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇവർ പച്ചയ്ക്കാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നുള്ളൊരു കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ പറക്കും തളിയ കഥയൊന്നും ഈ പോലീസ് ഓഫീസേഴ്സ് മൈൻഡേ ചെയ്യുന്നില്ല. അത് ജസ്റ്റ് ഒരു കഥ പോലെയാണ് അവരിങ്ങനെ കേട്ടുപോയത്. അവരെല്ലാവരും ആലോചിക്കുന്നത് ഇവരുടെ ആ ഒരു സുഹൃത്തിന് എന്ത് പറ്റിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ അടുത്ത ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഈ 6 പേരും കൂടി ചേർന്ന് ഇവരുടെ സുഹൃത്തായിട്ടുള്ള ട്രാവിസിനെ എങ്ങനെയോ ഇല്ലാണ്ടാക്കുന്നു. അതിന്റെ ആ ഒരു ക്രെഡിറ്റ് ഈ പറയുന്ന പറക്കും തളിയിലേക്ക് കൊടുക്കുന്നതായിട്ടാണ് ഇവരെല്ലാവരും പറയുന്നത്. ഒരു കഥ മെനഞ്ഞെടുത്തതായിട്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ അസ്യൂം ചെയ്തത്. അതിന്റെ പ്രധാന കാരണമാവട്ടെ ഈ 6 പേരിലുണ്ടായിരുന്ന പേടിയാണ്. അവരുടെ മുഖത്ത് അവർ എന്തോ ഒരു സംഭവം കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ഇവിടെ ഇവരുടെ പറക്കും തളിയ കഥ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന്റെ നിഘണ്ടുവിലേ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രാവിസിന്റെ ബോഡി ഇവർ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുകയോ എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു അസംഷനിലേക്ക് ഈ പോലീസ് ഓഫീസേഴ്സ് എത്തുന്നു. അങ്ങനെ ഇവർ ഈ ബോഡി കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സെർച്ച് പാർട്ടീനെ ഇവർ നിയമിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് സെർച്ച് ഡോഗ്സ് ഉണ്ട്, ഒരുപാട് പോലീസുകാരുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഈ സ്ഥലത്തേക്ക് എത്തുകയും ആ കാട് മുഴുവനും ഇങ്ങനെ അരിച്ചു പറക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് പാതിരാത്രി സമയത്താണ്. അങ്ങനെ ഇവരുടെ സെർച്ച് എല്ലാം ഇവരെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടും ഇവർക്കൊരു തുമ്പ് പോലും കിട്ടുന്നില്ല. അങ്ങനെ സമയം മുന്നോട്ട് പോയി സൂര്യനാണെങ്കിൽ ഉദിക്കാനും തുടങ്ങി. അങ്ങനെ ക്ഷമ നശിച്ച ഈ 2 പോലീസ് ഓഫീസേഴ്സും ഈ 6 പേരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിങ്ങനെ പറയുന്നു, മര്യാദക്ക് പറഞ്ഞോ ഈ ബോഡി എവിടെയാണ് ഇട്ടേക്കുന്നത് എന്നുള്ളത്. ഇവരുടെ ക്ഷമയുടെ അങ്ങേയറ്റം എത്തിയപ്പോഴാണ് പോലീസ് ഓഫീസേഴ്സ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ഇവരുടെ വായിന്ന് കമ എന്നൊരു അക്ഷരം പുറത്തേക്ക് വരുന്നില്ല. കാരണം എന്താണ് സംഭവിച്ചെന്നുള്ളതെല്ലാം ഇവരെല്ലാവരും പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിലും ആരും തന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇവിടെ ഈ പോലീസ് ഓഫീസേഴ്സ് സെർച്ച് പാർട്ടിനെ ഇൻഫോം ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്ന ആ കഥകളും കൂടി ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് പറക്കും തളിയെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സെർച്ച് പാർട്ടീസിനോടൊപ്പം തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു UFO റിസർച്ചറോ UFOളജിസ്റ്റോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഹോപ്പ് നമ്മുടെ മൈക്കിനുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രതീക്ഷയോടെ മൈക്ക് നോക്കും വേണ്ടി 2 പേര് ഒരു തരത്തിൽ റെഡ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഒരു മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ട് ആ സ്ഥലം മുഴുവൻ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ മൈക്ക് നേരെ ഇവരുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് എന്താണ് ഇവർ സെർച്ച് ചെയ്യുന്നത് എന്നതിനെ പറ്റി അന്വേഷിക്കുന്നു.
ഈ രണ്ടുപേരും ഈ മെറ്റൽ ഡിറ്റക്ടേഴ്സ് പോലുള്ള എക്യുപ്മെന്റ് വെച്ച് നോക്കിക്കൊണ്ടിരുന്നത് റേഡിയേഷൻ സിഗ്നേച്ചേഴ്സ് ആയിരുന്നു. അതായത് ആ പ്രദേശത്ത് എവിടെയെങ്കിലും റേഡിയേഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യമായിരുന്നു അവരിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് കേട്ടപ്പോൾ മൈക്ക് ഉടൻ തന്നെ ഇവരുടെ അടുത്തൊരു കാര്യം പറയുന്നു. ഈ പറയുന്ന ഒബ്ജക്റ്റിന്റെ അടുത്ത് ഞങ്ങൾ 6 പേര് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റേഡിയേഷൻ ഞങ്ങളുടെ ദേഹത്തുണ്ടോ എന്നുള്ളൊരു കാര്യം ടെസ്റ്റ് ചെയ്യാമോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. പക്ഷേ ഈ 6 പേരിലും റേഡിയേഷൻ ടെസ്റ്റ് നടത്തിയിട്ടും അവിടെ റേഡിയേഷന്റെ ഒരു തരിമ്പ് പോലും അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മൈക്കിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മൊത്തത്തിൽ വെപ്രാളം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു വെപ്രാളത്തിലാണ് മൈക്കുന്നത്. അങ്ങനെയാണ് മൈക്കിന് പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഈ സംഭവം സംഭവിച്ചപ്പോൾ ഇവരെല്ലാവരും ധരിച്ചിരുന്നത് ഇവരുടെ വർക്ക് ഡ്രസ്സായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് അഴിച്ചിട്ടാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അപ്പൊ മൈക്ക് ഇവിടുത്തെ ചോദിക്കുന്നു, ഞങ്ങൾ ധരിച്ചിരുന്ന ആ ഒരു ഡ്രസ്സും കൂടി ഒന്ന് സ്കാൻ ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ചെറിയ രീതിയിലുള്ള റേഡിയേഷൻ സിഗ്നേച്ചർ കാണിച്ചെങ്കിൽ നമുക്ക് പിന്നെ പോട്ടെ നോക്കാം. പക്ഷേ ആ ഡിവൈസിന്റെ അകത്തുള്ള മാക്സിമം റേഡിയേഷൻ ആണ് ഈ ഡ്രസ്സിന്റെ അകത്ത് അവർക്ക് കിട്ടിയത്. ഇത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും വളരെയധികം കൺഫ്യൂഷൻ തോന്നി. അപ്പോൾ ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, ഡബിൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് ഇവർ ഇതേ ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കി. ആ സംഭവം സെയിം റീഡിങ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ കമ എന്നുള്ളൊരു അക്ഷരം ഇണ്ടാണ്ട് ഈ രണ്ടുപേരും എങ്ങോട്ടോ പോയി. ഇവരൊന്നും ഇണ്ടാണ്ട് പോകുന്നത് കണ്ടപ്പോൾ തന്നെ മൈക്കിന് കുറെ പേടിയൊക്കെ തോന്നി. ഇവരുടെ പുറകിൽ നിന്ന് മൈക്ക് കുറെ കാര്യങ്ങളൊക്കെ ഒച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. കാരണം ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നതിന്റെ ഏകദേശം ധാരണ ഈ രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മൈക്ക് നേരെ ഓടി ഈ 2 പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്തേക്കാണ് എത്തിപ്പെടുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ 2 ആൾക്കാരും ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയാണ്ട് ഇങ്ങനെ പോയത്? അവർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ എന്താണ് അവരൊന്നും പറയാൻ? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് പോലീസ് ഓഫീസേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നത്, ഏത് റെഡ് ഉടുപ്പിട്ട ആൾക്കാർ, ഏത് ആൾക്കാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോഴാണ് മൈക്കിന് വേറൊരു കാര്യം മനസ്സിലായത്, പോലീസ് ഓഫീസേഴ്സിന് ഈ പറയുന്ന UFOളജിസ്റ്റ് ഇവിടെ വന്ന കാര്യം അറിയില്ല എന്നുള്ളത്. അങ്ങനെ ആ ദിവസം മുഴുവനും ഈ സെർച്ച് പാർട്ടി ആ കാട് മുഴുവനും അരിച്ചു പറക്കിയിട്ടും ട്രാവിസിന്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. പയ്യെ ഈ ഒരു കഥ നാട് മുഴുവനും അറിഞ്ഞു തുടങ്ങി. അങ്ങനെ എല്ലാവരും ഈ പറയുന്ന 6 പേർക്കും എതിരെ തിരിഞ്ഞു. അതായത് പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ ആ ഒരു കഥയിലാണ് നാട്ടുകാർ മുഴുവനും വിശ്വസിക്കുന്നത്. അതേ സമയത്ത് തന്നെ പോലീസ് ഓഫീസേഴ്സ് പബ്ലിക്കലി വന്ന് പറയുന്നുണ്ട്, ഈ 6 പേരും ഒരു പറക്കുംതളിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകത്തെ മറയ്ക്കുന്നത് എന്നുള്ളത്. നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത് നടന്നത് നിങ്ങളുടെ നാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കഥ മുഴുവനും നിങ്ങൾ എല്ലാവരും അറിയുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും വിശ്വസിക്കുന്നത്? ഇവർ ഈ പറയുന്ന പോലെ പറക്കുംതളി ഇങ്ങനെ കൊണ്ടുപോയി എന്നുള്ള കഥയായിരിക്കോ, അതോ ഇവർ നടത്തിയെടുത്ത ഒരു കുറ്റകൃത്യത്തെ മറയ്ക്കുന്നതിന് വേണ്ടി ഒരു കഥ മെനഞ്ഞുണ്ടാക്കി എന്നാണ് ആരും വിശ്വസിക്കുള്ളൂ? കോമൺ സെൻസ് ഉള്ള ആരും അങ്ങനെയാണ് വിശ്വസിക്കുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോവുകയും ഈ ഒരു കഥ, ഈ ഒരു കേസ് ആ നാട്ടിൽ മുഴുവനും സംസാര വിഷയമാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇതൊരു കൗതുകകരമായിട്ടുള്ളൊരു ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ മോശക്കാരായിരിക്കുന്നത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ആണ്. അപ്പൊ എല്ലാവരും പറയുന്നത് പോലീസുകാരുടെ ഇൻഎഫിഷ്യൻസി കാരണം ഈ ഒരു ബോഡി കണ്ടെത്താൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഈ പറയുന്ന പോലീസ് ഓഫീസേഴ്സിന് ഈ പറയുന്ന ബോഡി കണ്ടെത്താത്തത് കൊണ്ട് ഇവർ തന്നെ, പോലീസ് ഓഫീസർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ് ഈ പറക്കുംതളിയ കഥ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ മൊത്തത്തിലായപ്പോൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വളരെയധികം നാണക്കേടും വളരെയധികം ദേഷ്യവും തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ബോഡി കണ്ടെത്തണം എന്നുള്ളൊരു വിചാരത്തിലായി പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ നിന്ന് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ആ കാലത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഈ 6 പേരിലും നിരത്തി പിടിച്ച് നടത്തി. ഈ ടെസ്റ്റ് നടത്തിയിരുന്ന എക്സാമിനർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ലോകത്തിലുള്ളതിൽ വെച്ച് ഇത്ര അധികം അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഇത് പാസ് ആവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്, വളരെ ഇൻക്രെഡിബിളി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവർ ഈ പറയുന്ന കുറ്റകൃത്യം നടത്തിയെങ്കിൽ അവരെന്തായാലും അതിൽ പിടിക്കപ്പെടും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹം പറയുന്നത്. 98% അക്യുറസി ഉള്ള ഒരു മെഷീൻ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഓരോരുത്തരെയും 2 മണിക്കൂറോളം ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ ചോദ്യം ചെയ്യൽ എന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും ഇവരെ പെടുത്തണം എന്നുള്ളൊരു രീതിയിലാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം അവരുടെ നാണക്കേട് എങ്ങനെയെങ്കിലും മറക്കണം. ഈ 6 പേരും ഈ ഒരു സംഭവത്തെ കണ്ടതുകൊണ്ട് തന്നെ എത്ര നുണ പരിശോധന നടത്തിയാലും ഇവർ പാസ്സാവും. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്.
ഇത്ര അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റും ഈ 6 പേരും നിഷ്പ്രയാസമായിട്ട് പാസ്സായി. അങ്ങനെ അവസാനം ആ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. ഈ നാട് മുഴുവനും അത്ര നാളും ഇവരെ കളിയാക്കി ചിരിച്ചെങ്കിലും ഇപ്പോ ഈ നാട്ടുകാരെല്ലാവരും ഞെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോലീസുകാർക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, ഒരു ഒടുക്കത്തെ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഇവരെല്ലാവരും ഇപ്പോൾ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവർക്ക് പറ്റുന്നത് പോലെ ആ നഗരം മുഴുവനും ഈ ബോഡി അന്വേഷിച്ച് ഇവർ നടക്കുന്നു. അങ്ങനെ 5 ദിവസങ്ങൾ, കൃത്യം 5 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെ അന്വേഷിച്ച് നടക്കുന്ന ട്രാവിസ് തിരിച്ചു വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു രാത്രിയും പകലും ആ കാട് മുഴുവനും തിരക്കിയിട്ടും കണ്ടെത്താത്ത ഒരു വ്യക്തി, ഒരു പക്ഷേ മരിച്ചുപോയി എന്ന് വിശ്വസിച്ച ഒരു ബോഡി, അദ്ദേഹമാണ് ജീവനോടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ കാണാതായ ട്രാവിസിന്റെ ടെസ്റ്റിമോണിയിലൂടെ അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നതിന്റെ ക്ലിയർ ഡീറ്റെയിൽ നമുക്ക് കിട്ടി. ആ ദിവസം രാത്രി കൗതുകത്തിന്റെ പുറത്ത് ഈ ഒബ്ജക്റ്റിന്റെ അടിയിലേക്ക് ട്രാവിസ് പോയി എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഈ ഇടിമിന്നൽ പോലത്തെ ഒരു സംഭവം ട്രാവിസിന്റെ മേത്തേക്ക് വന്ന് ഇടിക്കുന്നതും അതും ശരിയുള്ള സംഭവം തന്നെയാണ്. ഈ ഇടിമിന്നൽ പോലത്തെ സംഭവം ട്രാവിസിന്റെ ദേഹത്തൂടെ പാസ് ചെയ്ത ആ ഒരു നിമിഷം തന്നെ ട്രാവിസ് ഒരു 20 അടി അപ്പുറത്തേക്ക് മാറി തെറിച്ചു പോയെന്നുള്ള ഒരു കാര്യം കൂടി ശരി തന്നെയാണ്. പക്ഷെ ട്രാവിസ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ട്രാവിസ് ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് ഈ കാട്ടിലൊന്നല്ല, വളരെയധികം ടയേർഡായിട്ട് നടു റോഡിന്റെ നടുക്ക് കിടക്കുന്നതായിട്ടാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അങ്ങനെ ഇദ്ദേഹം കിടന്നുകൊണ്ട് തന്നെ പയ്യെ കണ്ണുകൾ തുറക്കുന്നു. ഇദ്ദേഹത്തിന്റെ കൺമുന്നിലൂടെ കാണാൻ കഴിയുന്നത് ആ പറക്കുന്നിളിനെ തന്നെയാണ്. ഈ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കുന്നു. അതിനുശേഷം അത് എങ്ങോട്ടോ പറന്നു പോകുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ട്രാവിസ് ഇദ്ദേഹത്തിന്റെ ഫുൾ എനർജി എടുത്തിട്ട് അവിടെ നിന്ന് എണീക്കുകയും തൊട്ടടുത്തുള്ള ഫോൺ ബൂത്തിനടുത്തേക്ക് ഇങ്ങനെ പോവുകയും ചെയ്തു. എന്നിട്ട് ട്രാവിസ് നേരെ ട്രാവിസിന്റെ ചേട്ടനെയാണ് വിളിച്ചത്. ട്രാവിസിന്റെ ഒച്ച കേട്ടതും നമ്മുടെ ചേട്ടന് വളരെയധികം അത്ഭുതമാണ് ഉണ്ടായിരുന്നത്. ട്രാവിസിന്റെ ചേട്ടനോട് പറയുന്നത്, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, എന്നെ ഒന്ന് പിക്ക് ചെയ്യാവോ എന്നാണ്. ട്രാവിസിന്റെ ചേട്ടന് ഒന്നും തന്നെ മിണ്ടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാവിസിന്റെ ചേട്ടൻ നേരെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയും എന്നിട്ട് ട്രാവിസിനെ പിക്ക് ചെയ്യുകയും ചെയ്തു. ഇവിടെ ട്രാവിസിന്റെ പെരുമാറ്റം, ബിഹേവിയർ എല്ലാം വളരെയധികം നോർമൽ ആയിരുന്നു. ഇദ്ദേഹം അത്യാവശ്യം ടയേർഡ് ആയിരുന്നു, എന്നാലും നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു. അപ്പോൾ ട്രാവിസ് എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ, ഞാൻ എത്ര നേരമാണ് ബോധം കെട്ടി കിടന്നേ എന്നാണ് ട്രാവിസ് ചോദിക്കുന്നത്. അപ്പോഴാണ് ട്രാവിസിന്റെ ചേട്ടൻ വായ ഓർക്കുന്നത്. ഈ കഴിഞ്ഞ 5 ദിവസവും നീ എവിടെ പോയി കിടക്കുകയായിരുന്നടാ എന്നാണ് ട്രാവിസിന്റെ ചേട്ടൻ ചോദിച്ചത്. ട്രാവിസ് അത്യാവശ്യം കൗതുകം എന്ന് പറഞ്ഞൊരു കൂട്ടത്തിലായതുകൊണ്ട് തന്നെ പുള്ളിയുടെ ചേട്ടന്റെ ആ ഒരു ചോദ്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആ ഒരു ഗൗരവം പുള്ളിക്ക് മനസ്സിലായത്. കാരണം ട്രാവിസിന് കേവലം മിനിറ്റുകളോ കേവലം സെക്കൻഡുകളോ മാത്രമാണ് പോയിരിക്കുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 5 ദിവസങ്ങളോളം പോയിട്ടുണ്ട്. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്, ട്രാവിസ് എന്നുള്ള ബോഡിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നോ ഈ പറയുന്ന ഒരു ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതോ ഒന്നിനെ പറ്റിയിട്ടും ഇവർക്ക് ആർക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല. ട്രാവിസ് ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തില് ട്രാൻസ് സ്റ്റേറ്റിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. എന്തോ സംഭവിച്ചു, കിളി പോയൊരവസ്ഥയായിരുന്നു ശരിക്കും ട്രാവിസിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കല്ല, നേരെ തൊട്ടടുത്തല്ല ഹോസ്പിറ്റലിലേക്കാണ്. ഡോക്ടേഴ്സ് ട്രാവിസിനെ ഒബ്സർവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറഞ്ഞില്ല. ചെറിയൊരു പനി ഉണ്ടെന്നും പറഞ്ഞു, അത്യാവശ്യം കൂടുതൽ ടയേർഡ് ആണെന്നും പറഞ്ഞു, ഡീഹൈഡ്രേറ്റഡ് ആണെന്നും കൂടി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഡോക്ടർ ട്രാവിസിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കാരണം കയ്യിൽ സിറിഞ്ചിന്റെ പാടൊക്കെ കാണുന്നുണ്ടല്ലോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. ഇത് കേട്ട ഉടനെ ട്രാവിസ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു സംഭവമേ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് അതിനുള്ള ടെസ്റ്റൊക്കെ ചെയ്യുകയും അതവിടെ നെഗറ്റീവ് ആവുകയും ചെയ്തു. അതിനുശേഷം ട്രാവിസിന്റെ ചേട്ടനും നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇവർക്ക് ഒരുപാട് ഫോൺ കോളുകളാണ് ലഭിക്കുന്നത്. അതായത് മീഡിയയിൽ നിന്നായിക്കോട്ടെ, പോലീസ് സ്റ്റേഷനിൽ നിന്നായിക്കോട്ടെ, പല സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് തുരുതര ഫോൺ കോളുകൾ ഇങ്ങനെ ലഭിച്ചു തുടങ്ങി. അതിന് റീസൺ വേറെ ഒന്നല്ല, വെറും 5 ദിവസങ്ങൾ കൊണ്ട് ഈ ലോകത്തിലത്തെ ഏറ്റവും കൂടുതൽ സെൻസേഷണൽ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ട്രാവിസ് വീട്ടിലെത്തി എന്നുള്ളൊരു കാര്യം പോലീസ് ഓഫീസേഴ്സ് അറിയുകയും തൊട്ടടുത്ത നിമിഷം തന്നെ ഈ പറയുന്ന പോലീസ് ഓഫീസേഴ്സ് ട്രാവിസിന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് ഉടനെ തന്നെ ചോദ്യം ചെയ്യലാണ്. എന്താണ് സംഭവിച്ചത്, നീ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചെയ്യലായിരുന്നു. ട്രാവിസിന്റെ കൂടെ ഉണ്ടായിരുന്ന 6 പേര് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ട്രാവിസ് വീണ്ടും ഈ പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്തേക്ക് പറയുന്നത്. അതോടൊപ്പം തന്നെ ട്രാവിസ് അനുഭവിച്ച ആ ഒരു കാര്യമില്ലേ, അതായത് ബോധം കെട്ട് പോവുകയും പിന്നെ നടു റോഡിൽ വെച്ച് ഇങ്ങനെ എണീക്കുന്ന കാര്യം, ആ സമയത്ത് ആ സംഭവം ഇങ്ങനെ പറന്നു പോകുന്ന ഒരു കാര്യമൊക്കെ, അതും ട്രാവിസ് ഇങ്ങനെ ആഡ് ചെയ്തും പറയുന്നുണ്ട്. പക്ഷെ ട്രാവിസ് കാണാണ്ടായ ആ ഒരു രാത്രി തൊട്ട്
ട്രാവിസിനെ പിന്നെ കണ്ടെത്തിയ ആ ഒരു ദിവസം വരെ, ആ ഒരു 5 ദിവസം എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം ട്രാവിസിന് റീകളക്ട് ചെയ്തെടുക്കാനും കഴിയുന്നില്ല. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഡെഡ് എൻഡ് ആണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും തെളിയിക്കാനും പറ്റില്ല. ഇവർ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ശരിയാണെന്നാലും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കാൻ പറ്റാണ്ട് പോലീസ് ഓഫീസേഴ്സ് മടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോവുകയും നമ്മുടെ ട്രാവിസിന് ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ കിട്ടിത്തുടങ്ങി. ആ സമയത്ത് തന്നെയാണ് നാഷണൽ എൻക്വയറർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിന് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത്. അതായത് എന്താണ് അവിടെ സംഭവിച്ചത് അത് വള്ളിപുള്ളി തെറ്റാണ്ട് പോയി പറയാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ ട്രാവിസിന് ശരിക്കും എന്തൊക്കെയോ ഓർമ്മകളൊക്കെ കിട്ടിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ ട്രാവിസിന് ഓർമ്മയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പോയി പറയാൻ തീരുമാനിച്ചു. ട്രാവിസിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഇടിമിന്നല് സംഭവിക്കുന്നത് വരെ കറക്റ്റ് ആണ്. അതിനുശേഷം ട്രാവിസ് കണ്ണു തുറക്കുന്നത് ഒരു റൂമിന്റെ അകത്താണ്. ഒരു തരത്തില് ലാബോറട്ടറി പോലത്തെ ഒരു സ്ഥലവും നിറച്ച് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ട്രാവിസ് കണ്ണു തുറക്കുന്നത്. ഇത് കണ്ടപ്പോൾ ട്രാവിസ് വിചാരിച്ചത് ഇവനൊരു ഹോസ്പിറ്റലായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ട്രാവിസിന്റെ ബോധമൊക്കെ തിരിച്ചു കിട്ടി, ഫുൾ കോൺഷ്യസ്നെസ് തിരിച്ചു കിട്ടി. അപ്പോഴാണ് ട്രാവിസ് ചുറ്റും ഇങ്ങനെ നോക്കാൻ തുടങ്ങിയത്. അങ്ങനെ ചുറ്റിനെ നോക്കിയതിനു ശേഷം ട്രാവിസിന്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാണ്. ട്രാവിസ് നോക്കുമ്പോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് ട്രാവിസിന്റെ മേത്ത് നിൽക്കുന്നതായിട്ടാണ് ട്രാവിസ് കാണുന്നത്. പിന്നീട് ട്രാവിസ് കാണുന്നത് ഒരു ലാബ് കോട്ട് ധരിച്ച ഒരു വ്യക്തി ട്രാവിസിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്. ട്രാവിസ് എണീറ്റോ അല്ലെങ്കിൽ ട്രാവിസ് കോൺഷ്യസ് ആണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു സംഭവത്തിന് മനസ്സിലായതുകൊണ്ടാണോ എന്നറിയില്ല, ഈ സംഭവം ട്രാവിസിന്റെ മുഖത്തേക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ അടുപ്പിക്കുന്നു. ട്രാവിസിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് ഒരു തരത്തില് ഗ്രേ കളർ സ്കിന്നുള്ള ഒരു ക്രീച്ചറിനെയാണ് ട്രാവിസ് കണ്ടത്. അപ്പോൾ ഇദ്ദേഹം മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിലൂടെ ഇദ്ദേഹം മെയിൻ ആയിട്ട് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വെച്ചാൽ, ഇതിന്റെ കണ്ണെന്ന് പറയുന്നത് ഒരു വര മാത്രമായിരുന്നു, 2 വരകളുള്ള ഒരു കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച സ്വപ്നത്തിൽ കണ്ടാൽ പോലും ഏതൊരു മനുഷ്യനും ഞെട്ടി എണീക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പോൾ ട്രാവിസ് അവിടെ നിന്ന് ഞെട്ടി എണീക്കുകയും മേത്തുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ചറിയുകയും അതിനുശേഷം ട്രാവിസ് സൈഡിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോഴാണ് ട്രാവിസിന് ഒരു കാര്യം മനസ്സിലാവുന്നത്, ആ റൂമിൽ ഈ ഒരു സംഭവം മാത്രമായിരുന്നില്ല, ഇതുപോലത്തെ 3 ലാബ് കോട്ട് ഇട്ട ക്രീച്ചേഴ്സും അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ട്രാവിസ് എങ്ങനെയെങ്കിലും ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനോ ഈ സംഭവത്തിനെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കാനോ ഒക്കെ ഇങ്ങനെ ശ്രമിച്ചു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ 3 സംഭവം ഇവർ നിൽക്കുന്ന ആ ഒരു റൂമിൽ ഇത് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. ശരിയാണ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കഥ പോലെയോ അല്ലെങ്കിൽ ഒരു സൈഫൈ മൂവി പോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഓർഗനൈസേഷനിലേക്കാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കാം. അതിനുശേഷം ട്രാവിസും ആ മുറിയുടെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു. അപ്പോൾ ട്രാവിസ് കാണുന്നത് ഒരു ഹോൾവേ ആണ്, ഒരു വലിയൊരു ഹോളാണ് ട്രാവിസ് കാണുന്നത്. അങ്ങനെ എവിടേക്ക് പോകണമെന്ന് അറിയാണ്ട് ട്രാവിസ് നേരെ ഓടിച്ചെല്ലുന്നത് ഒരു റൂമിലേക്കാണ്. ആ റൂമിലായിക്കോട്ടെ ആകെ കാണാൻ കഴിയുന്നത് ഒരു ചെയർ മാത്രമാണ്. ട്രാവിസിന് അത്യാവശ്യം കൗതുകം ഉള്ളത് കൊണ്ട് തന്നെ ട്രാവിസ് ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതായത് അവിടുത്തെ അവസ്ഥ എന്താണെന്ന്, ആ റൂമിന്റെ ഷേപ്പ് എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ട്രാവിസിന്റെ ടെസ്റ്റിമോണി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു എന്നുള്ളതും യാതൊരു രീതിയിലുള്ള ഡിസൈൻസോ അങ്ങനത്തെ ഉള്ള സംഭവം ഒന്നുമില്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റൂമാണ് അദ്ദേഹം കണ്ടത്. അതോടൊപ്പം തന്നെ ട്രാവിസ് നോക്കുന്നത് പുറത്തേക്ക് പോകാനുള്ള ഡോറാണ്. അങ്ങനെ ഡോർ നോക്കി പോകുമ്പോഴാണ് ട്രാവിസ് വന്ന് കയറിയ ആ ഒരു വഴിയിൽ ഒരാള് നിൽക്കുന്നത് കാണുന്നത്. ഇത് കണ്ടപ്പോൾ ട്രാവിസ് ആദ്യം വിചാരിക്കുന്നത് ഞാൻ നേരത്തെ കണ്ട പോലത്തെ എന്തെങ്കിലും ഒരു ഐറ്റം ഇരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ നോക്കുമ്പോണ്ട് ഇതൊരു മനുഷ്യനായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ട്രാവിസിന് വളരെയധികം ആശ്വാസം തോന്നുകയും ഈ ഒരു സംഭവത്തിന്റെ അടുത്തേക്ക് ട്രാവിസ് ഓടി ചെല്ലുകയും ചെയ്തു. ട്രാവിസ് ഇദ്ദേഹത്തിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും, അതായത് എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സംഭവം അനങ്ങാണ്ടിരിക്കുന്നു. അതായത് ട്രാവിസ് സംസാരിക്കുന്ന ഒരു കാര്യത്തിനോടും ഈ ഒരു സംഭവം റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒരു തരത്തിൽ റോബോട്ടൊക്കെ അനങ്ങുന്ന രീതിയിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് ട്രാവിസിന്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ട്രാവിസിന്റെ കൈ പിടിച്ച് വേറൊരു റൂമിലേക്ക് പോകുന്നു. ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കെല്ലാം ട്രാവിസ് ഒരുപാട് കാഴ്ചകളാണ് ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ ആ കാട്ടിൽ വെച്ച് കണ്ട ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, അവർ പറക്കുന്നളി പോലത്തെ ഒരു സംഭവം ഇല്ലേ, അത് ഒരുപാട് ഇങ്ങനെ നിരത്തി ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു എന്നാണ് ട്രാവിസിന്റെ ടെസ്റ്റിമോണിയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പൊ ഞാൻ മെനഞ്ഞെടുത്ത ഒരു കഥയല്ല, ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അവസാനം ട്രാവിസ് വേറൊരു മുറിയിലേക്ക് എത്തുന്നു. ഈ മുറിയിലായിക്കോട്ടെ ഈ റോബോട്ട് പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനില്ലേ, അതുപോലത്തെ 3 വേറെ ആൾക്കാരും ആ റൂമിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു.
അതിനുശേഷം യാതൊരു എക്സ്പ്രഷനും ഇല്ലാത്ത ഈ 3 സംഭവങ്ങളും ട്രാവിസിനെ പിടിച്ച് ഒരു കിടക്ക പോലത്തെ ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ കിടത്തുന്നു. അതോടൊപ്പം തന്നെ ട്രാവിസിന്റെ മുഖത്തേക്ക് ഒരു ഗ്യാസ് മാസ്ക് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വയ്ക്കുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ ട്രാവിസിന്റെ ഒന്നും തന്നെ ഓർമ്മയില്ല. അതിനുശേഷം ട്രാവിസിന്റെ ഓർമ്മ വരുന്നത് ഈ റോഡിന്റെ നടുക്ക് കിടക്കുന്നതായിട്ടാണ്. ട്രാവിസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു അക്ഷരം പോലും മാറാണ്ട് ഇവരുടെ 6 കൂട്ടുകാരെടുത്ത് പോയി പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ഇവരാര് കമാന്നൊരു അക്ഷരം തിരിച്ചിങ്ങനെ പറയുന്നില്ല. ഒരു റിയാക്ഷൻ, ഒരു റെസ്പോൺസ് ഒന്നും ഇവരുടെ മുഖത്തില്ല. കാരണം ഇവരെല്ലാരും അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ ഏകദേശം 51 വർഷങ്ങളായി. ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടും ഇവർ അന്ന് എന്താണ് കണ്ടത് അതേ കഥ തന്നെയാണ് ഇപ്പോഴും അവർ ആരെടുത്തും പറയുള്ളൂ. ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസ് മിസ് ചെയ്യാണ്ടും ഒന്നും ആഡ് ചെയ്യാണ്ടും വളരെയധികം കൃത്യമായിട്ട് അന്ന് എന്താണോ അവർ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അക്യുറസി ഉള്ള ലൈറ്റ് ഡിറ്റക്ഷനിൽ പോലും ഇവർ 6 പേരും നിഷ്പ്രയാസം പാസ്സായി. ഇവിടെ ഒരു ലൈറ്റ് ഡിറ്റക്ഷൻ ടെസ്റ്റ് മാത്രമല്ല നടത്തിയത്, 16 ലൈറ്റ് ഡിറ്റക്ഷൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതും ഈ 16 എന്ന് പറയുന്നതും എക്സ്ട്രീം ആയിട്ടുള്ള ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ആ ഒരു ലൈറ്റ് ഡിറ്റക്ഷൻ ടെസ്റ്റ് ആണ്. അതായത് ഇവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കളവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് പിടിക്കും. ഇവിടെ ഈ 7 പേർക്ക് സംഭവിച്ചത് ശരിക്കും നടന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം ഞാനൊരു കാര്യം പറയുകയുണ്ടായി, ഇതൊരു കഥയായിട്ട് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ശരിക്കും ഒരു കഥയല്ല, ഇത് നടന്ന ഒരു കാര്യം തന്നെയാണ്. ഒട്ടുമിക്കവർക്കും UFO അബ്ഡക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് വെറുതെ ചെയ്യുന്നതല്ലേ എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് തിയറീസും ഒരുപാട് കഥകളും ഇതുപോലുള്ള ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസ്, ഇപ്പോൾ ഇതിനകത്തുള്ള ഓരോ ആൾക്കാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഇത് എവിടെ വെച്ചാണ് നടന്നതെന്ന് പറയുന്നുണ്ട്, അവിടെ നടന്ന റെക്കോർഡ്സ് പറയുന്നുണ്ട്, ഇതിലൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ നിരവധി ഈ പറയുന്ന ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഉണ്ട്, ഒരുപാട് മീഡിയ കവറേജ് ഉണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ ലൈറ്റ് ഡിറ്റക്ഷൻ ടെസ്റ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവരിൽ നടത്തിയ ആ ഒരു റേഡിയേഷൻ ടെസ്റ്റ് ഇല്ലേ, അതും പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. 2026 ഈ ഒരു സംഭവത്തെ പറ്റി ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പേടിയോടെ അല്ലാണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല. കാരണം ഇതൊന്നും ഒരാൾക്ക് സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. ഇതിനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര എവിഡൻസ് നിരത്തിപ്പിടിച്ച് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു കൂട്ടം നമ്മുടെ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. ഈ ഒരു കഥ ഞങ്ങൾ ആദ്യം കേട്ടപ്പോൾ അതൊരിക്കലും ശരിയാവരുതേ എന്നുള്ളൊരു തിങ്കിങ് ആയിരുന്നു. പക്ഷേ ആ ഒരു ലൈറ്റ് ഡിറ്റക്ഷൻ ടെസ്റ്റാണ് ഞങ്ങൾ എല്ലാവരും കുഴപ്പിച്ചത്. ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഏലിയൻ അബ്ഡക്ഷൻ ഇൻസിഡന്റ് ആണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ തെളിവ് എവിടെ എന്നുള്ളൊരു ചോദ്യം ചിലവർക്കൊക്കെ ഉണ്ടായിരിക്കാം. അതിനുള്ള തെളിവുകളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കാം, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് കിട്ടും. ഇതൊരു പോലീസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. എനിക്ക് പറ്റാവുന്ന ലിങ്ക് അല്ല ഞാൻ താഴെ സോഴ്സസിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ കയറി നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള കഥകളെല്ലാം മലയാളത്തിൽ അധികം ആൾക്കാരും ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യം തന്നെ. കാരണം ഒരുപാട് ആൾക്കാർ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും പറയാനുമില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്നാണ് തോന്നുന്നത് അതൊന്ന് കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.